ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ രണ്ട് സവാള കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ സവാളയ്ക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. സവാള ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചപ്പാത്തി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിതാ നമ്മൾ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പൊടികളെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പലഹാരത്തിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചു. പിന്നെ അതാ നമ്മൾ ഇവിടെ ചപ്പാത്തി മാവ് കുഴച്ച് ബോൾസാക്കി വെച്ചിരുന്നല്ലോ, അത് പത്തിരി പ്രസ്സിൽ ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചപ്പാത്തി മതി കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതും 2 പീസായിക്ക് വെച്ച് കൊടുത്തിട്ട് അതിന്റെ മേലെ ഒരു ചപ്പാത്തി വെച്ചിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. അതേപോലെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഒന്നതാ 2 ഭാഗം നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടും ചെയ്യും. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിന്റെ ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്ത് പോരൂല്ല. ഇനിയിപ്പോൾ ഇതുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിനുക്ക് പണികളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടോ. ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാണാൻ അതിന്റെ വക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാൻ പിന്നെ മിനുക്ക് പണികളൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ. കിച്ചൺ കൂടെ അങ്ങനെ ഓരോരുത്തർ വന്നു പോകുന്നത് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് മക്കൾക്ക് കൊടുക്കട്ടെ കേട്ടോ. ഇത് മൈദ വെച്ചിട്ടും ചെയ്യാട്ടോ. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അരിപ്പൊടി വെച്ച് ചെയ്താൽ എണ്ണ കുടിക്കും. അങ്ങനെ ഗോതമ്പ് പൊടിയിലാവുമ്പോൾ എണ്ണയൊന്നും കുടിക്കണില്ല കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും. പിന്നെ കറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു കടായി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒഴിച്ച അത്ര ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ മതി. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. എളുപ്പത്തിൽ വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ ഫില്ലിംഗ് ഒക്കെ വെന്തതാണല്ലോ. പിന്നെ ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ കറിയൊന്നും വേണമെന്നില്ല. കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ കടിച്ചുട്ടിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ 4 മണി ചായക്കാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാട്ടോ ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റാട്ടോ.